ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്ലോത്ത് ബാഗ് കൊണ്ട് സ്റ്റിക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് ബാഗ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. 7 സെൻറ്റിമീറ്റർ നീളം വീതി വേണം. അടുത്തത് സൂചി നൂലും ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 4 വശവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ അറ്റം വരെ ഒന്ന് തുന്നി കൊടുക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് നൂല് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നൂലെടുത്തേക്കണത്. ഇങ്ങനെയാണ് തുന്നേണ്ടത്. ഇതേപോലെ 4 വശവും തുന്നിയെടുക്കണം. ഇതാ ഇപ്പോൾ 4 വശവും ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള നൂല് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തായിട്ട് നൂല് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ശരിക്കും ടൈറ്റായിട്ടൊന്ന് തുന്നി കൊടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ എല്ലാ ഇതളുകളും ഒന്ന് നിവർത്തി നല്ല ഷേപ്പിലാക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ തണ്ടായിട്ട് എടുക്കുന്നത്. ഇത് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അറ്റത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്. അത് ഇതേപോലെ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചുറ്റി കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവറും ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഫ്ലവർ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിക്ക് ഫ്ലവേഴ്സ് മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ബഡ്സാണ്. ബഡ്സ് ഞാൻ അക്രിലിക് പെയിൻറ്റിൽ മുക്കിയിട്ട് ഉണക്കിയെടുത്തതാണ്. അത് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചു കൊടുക്കണം. ഇതപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കണം എല്ലാത്തിൻ്റെയും. വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാനിത് പെയിൻറ്റിൽ മുക്കി ഇതേപോലെ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പൂക്കളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തായിട്ട് നമ്മൾ ഇല ഉണ്ടാക്കാൻ പോവാണ്. ഇതിനായിട്ട് ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇലയുടെ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ 3 സ്റ്റിക്ക് പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.